ഓ പൊളി റോഡ്. ഇത് ഏതാ ഒരു കാട്ടിലോട്ടാണ് പോണം. ആ നൈസ്. ഈ ഒരു വന്ന സമയം കൊള്ളാം കേട്ടോ. ഇതാണ് ജോലിക്കാരുടെ അവസ്ഥ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വിഗ്ഗി ഡെലിവറി തന്നെ. അപ്പോൾ ഇന്നത്തെ ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന KTM RC 390 ആണ്. 200 അല്ല, 390 എന്നെ അങ്ങ് തൂക്കി. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പം വണ്ടി ചോദിച്ച് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്ന് ഓടാൻ വേണ്ടിയിട്ട് 390ലാണ് വന്നത്. അപ്പോൾ വരുന്ന വഴിയിലൊക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ അതിൻ്റെ മൈക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്ന് ബാറ്ററി കിട്ടിയിട്ടാ. നമ്മളെ മുസ്ലിമിൽ നിന്ന് വന്നപ്പോൾ ബാറ്ററി വാങ്ങിച്ചായിരുന്നു. പക്ഷേ ആ ഭാഗത്തൊക്കെ മൈക്ക് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് അതൊന്നും ഇടാൻ വയ്യ. അപ്പോൾ ഇൻട്രോ ഒന്നുകൂടെ ഞാൻ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം സംസാരിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡെലിവറി മൊത്തം RC 390ലാണ്. അപ്പോൾ 300 രൂപയ്ക്ക് എണ്ണ അടിച്ച് ഇപ്പോൾ ഇവിടെ ആറ്റയ്ക്കെന്ന് വെച്ചാൽ ട്രിപ്പ് അടിച്ചത്. ഇപ്പോഴത്തെ കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ 25 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആയി കേട്ടോ. ഒരു ഓർഡർ എടുക്കാതെ 25 കിലോമീറ്റർ ആയി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓർഡർ എടുക്കാനുള്ളത്. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരു റിവ്യൂ വേണ്ടി വരും. പക്ഷേ ഇവിടെ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല മഴയൊക്കെ പെയ്യെങ്കിൽ ക്യാമറ ഊരി വയ്ക്കേണ്ടി വരും. എന്ന് വെച്ചാൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മൈക്ക് ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കേൾക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിൽ നല്ലോണം വ്ളോഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗും പെട്ടുപോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വന്നിട്ടിപ്പോൾ കുറേ നേരമായിട്ടോ. ഇതൊരിക്കലും ഒരു ഓർഡർ അടിച്ചില്ല. ഞാൻ ഇന്നലെ വന്നില്ല ഇവിടെ. ഇന്നും വന്നത് ഉച്ചയ്ക്കാണ്. ഇന്നലെയൊക്കെ വരാത്തോണ്ടാണോ അത് ഓർഡറൊന്നും അടിക്കുന്നില്ല. കുറേ നേരമായി വന്നിട്ട്. അപ്പം ഒരു ചായ കുടിക്കാൻ ഒരു മോഹം. അങ്ങനെ ഇവിടെ അടുത്തുള്ള ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി പോയാൽ കേട്ടോ. അപ്പോൾ ഓർഡറൊന്നും ഇല്ലാതെ ഇവിടെ പോസ്റ്റ് അടിച്ച് നിന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ. പിന്നെ നമ്മുടെ അച്ചാരമുണ്ട്, അങ്ങനെ കാണത്തില്ല തോന്നുന്നു. ഇന്നലെ കണ്ട നമ്മുടെ ഫ്രൂട്ട് സൈഡിലൊക്കെ നിൽക്കുക. അവൻ്റെ കടയിൽ വന്നിട്ട് ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ചായ കുടിച്ച്. പോട്ടാ, ഞാൻ അങ്ങോട്ട് നിൽക്കാമേ. അതിപ്പോൾ കുറച്ച് നേരം ഇതിൻ്റെ അടുത്ത് ഇത് സംസാരിച്ച് സമയം പോയി. എന്നിട്ട് ഓർഡറൊന്നും അടിക്കുന്നില്ല കേട്ടോ. വന്നിട്ടിപ്പോൾ ഏകദേശം ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ്. ഓക്കെ, അപ്പം അവിടുത്തെ അൽസാജ് ഹോട്ടലിൻ്റെ അടുത്ത് പോയി നിൽക്കാമേ, ഓർഡർ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴടിച്ചാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല മഴ പെയ്യുന്നു തോന്നുന്നു. മഴ പെയ്താൽ വീഡിയോ ഒന്നും നടക്കത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഇവിടെ കുറച്ച് നേരം നിന്ന് പോസ്റ്റ് അടിക്കാം. വോയിസ് ഓർഡറൊന്നുമില്ല, പോസ്റ്റ് അടിച്ച് നിന്നപ്പോൾ നമ്മളൊരു ബ്രോയെ ഇവിടെ എന്നെ കണ്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴാണ് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ ദിവസം പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു വണ്ടി മോഷണം പോയെന്ന്. മച്ചാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി കണ്ടിട്ട് ബ്രോയെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വണ്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വണ്ടിയപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയല്ലേ? ഇന്നിപ്പോ കൊണ്ടുപോയതാണ്. നമ്മള് കൊല്ലത്ത് കൊണ്ട് വണ്ടി എടുത്താണ്. അവിടെ കൊല്ലത്ത് ഇന്നലെ വണ്ടി ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു കേസ് കിടക്കുന്ന സ്ഥലം. അപ്പൊ ഇന്നലെ അവര് വണ്ടി ഇങ്ങനെ ഓണായി തന്നെ കിടന്നു. വണ്ടി താക്കോലും ഒന്നുമില്ല, ഹാൻഡിൽ ലോക്കായിട്ട് കിടന്നു. പിന്നെ നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അടുത്തുള്ള 2 പയ്യന്മാരാണ് ഗ്രൗണ്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ കൊണ്ട് കൊടുത്തത്. അതിപ്പോൾ ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ V3 RC അങ്ങനത്തെ വണ്ടിയിലൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. അയ്യോ, സ്റ്റേഷനിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അജിമലയാണ് പിന്നെ നമ്മൾ വണ്ടി എടുത്തത്. ആണല്ലേ? അപ്പോൾ വണ്ടി കിട്ടി, പക്ഷെ കണ്ടീഷൻ അല്ല. കണ്ടീഷനിലെന്ന് പറഞ്ഞാൽ എഞ്ചിനും ഒന്നും കുഴപ്പമില്ല. പിന്നെ ബാക്കിലത്തെ ഫുൾ പോർഷനും പോയി. നമ്മുടെ ബാക്കിൽ നമ്മുടെ ഗ്രാബ് റെയിൽ വരുന്ന ഒരു ഫൈബർ പീസിന്റെ ഈ ഫോട്ടോ ഉണ്ടോ വണ്ടിയിലെ? ഫോട്ടോ എന്നാ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. പോലീസിന്റെ കേസ് അപ്പോൾ ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞ മച്ചാ, പക്ഷെ പേര് പറഞ്ഞില്ല. ഓക്കെ, പോട്ടോ. അപ്പോൾ ഒരു ഓർഡർ ഉണ്ട്. ആവശ്യപ്പം ഇതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓർഡർ അടിച്ചേട്ടാ. അപ്പം ഹോട്ടൽ അറിയാൻ വയ്യ, ഇതുവരെ കാണാത്തൊരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നേരം ഇവിടെ ഒന്ന് കട്ട പോസ്റ്റായിട്ട് നിന്നപ്പോഴാണ് ഒരു ഓർഡർ അടിച്ചത്. വ്ളോഗാ? വ്ളോഗുണ്ട്. ഇത് 34 എടുത്ത സമയത്ത്. ഇപ്പം 30 ഉള്ളത് തോന്നുന്നു. ഞാൻ സ്വിഗ്ഗിയിൽ ഓടുന്നതാണ് ഇപ്പം. പോട്ടാ. അപ്പം അയ്യോ എനിക്ക് പറ. ഫോണിൽ തന്നെ. നിസാമല്ലേ? ഓ, ബ്രോയുടെ പേരെന്താ? ഹാരിസ്. ബ്രോ നിസാമ്. ബ്രോയുടെ പേരാ? സഹുമാൻ. ഓക്കെ, അപ്പോൾ കാണാം. സെറ്റ് ആക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഫസ്റ്റിലത്തെ ഓർഡർ അടിച്ചേട്ടാ. ഓർഡർ അടിച്ചിട്ട് കുറേ നേരമായി, പക്ഷേ പോകാൻ പറ്റില്ല. ഇവന്മാരോട് സംസാരിച്ചോണ്ട് നിന്ന്. അപ്പം ആദ്യം ഹോട്ടൽ കണ്ടുപിടിക്കട്ടെ. എവിടെയാണോ അത് ഹോട്ടൽ?
ഓക്കെ, അപ്പോൾ ഒരുപാട് ദൂരമൊന്നും വരേണ്ടി വന്നില്ല കേട്ടോ, അവിടെ അടുത്ത് തന്നെ. അപ്പോൾ വിചാരിച്ചതൊക്കെ തന്നെ മഴ തകർത്ത് പെയ്യാൻ കേട്ടോ. അപ്പം ഇനിയിപ്പം ഈ ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടത്തില്ല. എന്ന് വെച്ചാൽ മൈക്ക് അഡാപ്റ്റർ തൽക്കാലം ഒരു വയ്ക്കുകയാണ്. എന്നിട്ട് മൈക്ക് അഡാപ്റ്റർ ഇല്ലാതെ സംസാരിക്കുക, എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, വേണ്ട, നല്ല കാറ്റ്, മരമൊക്കെ വയ്ക്കാണ് പാറി പറക്കുന്നത്. അതായത് നമ്മളെ കൂടെ ഡെലിവറി ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അത് പെരും മഴയത്താണ് വേണ്ട, റെയിൻ കോട്ട് പോലും ഇല്ലാതെ പോവുകയാണ്. ഓക്കെ, ഇതൊക്കെയൊന്നും ഡെലിവറിക്കാരുടെ അവസ്ഥ കേട്ടോ. മഴയൊന്നുമില്ല, വെയിലൊന്നുമില്ല, അവർക്ക് ഓർഡർ കൊണ്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഞാൻ പക്ഷേ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു, പക്ഷേ മൊബൈൽ മറിക്കാനൊന്നും എടുത്തില്ല. പക്ഷേ എനിക്ക് മൊബൈലില്ലാതെ പറ്റത്തില്ല. എനിക്ക് ലൊക്കേഷൻ നോക്കിയാണ് ഫുള്ള് പോകുന്നത്, അതുകൊണ്ട് മൊബൈലില്ലാതെ പറ്റത്തില്ല കേട്ടോ. അതിന് പെരുമഴ. നേരെ ഒരു ഓർഡറിലായിരുന്നു, ഈ നല്ല മഴ ചെയ്തപ്പോൾ മാത്രമേ ഓർഡർ അടിച്ചു വയ്ക്കുന്നു. എന്തായാലും നമുക്ക് കൊണ്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. എന്നിട്ട് വിളിച്ച് ഒരുമാതിരി തൊലിഞ്ഞ കംപ്ലൈന്റും പറയും. ഈ ഓർഡർ സമയത്ത് പേര് മഴയും കാറ്റും നോക്കൂല. ഇവർക്ക് പോവാം. ഓഹോ, വണ്ടിക്കെന്ത് വാട്ടർ പ്രൂഫിനായിട്ട് കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ മോളിൽ കൂടെ ഉണ്ട്. ലൊക്കേഷൻ നോക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ അങ്ങനെ പോകും, അപ്പോൾ അറിയാൻ പറ്റും. ആ സ്വിഗ്ഗിതാ. ആ ഓക്കെ, ഇപ്പോൾ കസ്റ്റമറിനെ കിട്ടി. അതായത് ഫസ്റ്റിലത്തെ പ്രശ്നങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം പിന്നും പഴയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബേക്കിൽ ഹഗ്ഗറില്ല കേട്ടോ. ആ ഹഗ്ഗർ ഇല്ലാത്തതിൻ്റെ പണിയാണ് ബേക്ക് സീറ്റ് വന്നിരിക്കുന്നത്. അപ്പം അടുത്തൊരു ഓർഡർ അടിച്ച് അൽസാജിതാണ് അടിച്ചത്. $85,000. ഓക്കെ, ഓ റെക്കോർഡാ. ഹായ് പറഞ്ഞു. ഓക്കെ, ഇവരൊക്കെ കമ്പനിയായി കേട്ടോ. എന്നും ഡെലിവറി എടുക്കാൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഇവരൊക്കെ പക്ക കമ്പനിയായി. RC ഓട്ടിച്ച എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു RC 390 BS6 ഒക്കെ ഓട്ടിക്കുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു BS3 RC ഒക്കെ ഓട്ടിക്കണം കേട്ടോ. എൻ്റെ പൊന്നെ വേറെ ലെവലാണ് ഇതിൻ്റെ പവർ നടന്നത്. പക്ഷേ ഇതിൻ്റെ മീറ്ററുകൾ നോക്കണ്ട, ഇത് മീറ്റർ കംപ്ലൈൻ്റ് ആണ്. ഒരു 20 കിലോമീറ്റർ സ്പീഡ് മുമ്പ് അങ്ങോട്ട് കാണിക്കുക. നമ്മളിപ്പോൾ 50 പോകണമെങ്കിൽ ഇതിൻ്റെ അത് 70 ആയിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 195 ഒക്കെ ആണെങ്കിൽ തിരിച്ച് പോകുമ്പോൾ അടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷേ കൊള്ളാത്. നമ്മളിപ്പോൾ ഈ സ്പീഡ് പോകുമ്പോൾ 75-80 കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ബൈക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ RC 200 ആയാലും ഒരു V3 ആയാലും ഞാൻ ഓടിച്ചുള്ളത് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കയ്യിൽ അവിടെ ചെറിയൊരു വേന, നല്ല ലോങ് പോകാൻ നേരത്ത് നല്ല ലോങ് പോകാൻ നേരത്ത് കയ്യിലവിടെ ചെറിയ വേന. പിന്നെ മെയിനായിട്ട് എനിക്കല്ല പെഡറിയില ഹെൽമെറ്റിൻ്റെ ബാക്ക് സൈഡില്ലേ ആ ഭാഗത്താണ് മെയിൻ വേദന. ഈ ഒരു വണ്ടി ഓടിച്ചപ്പോണ്ടല്ലോ എനിക്ക് ഇത്ര നേരം ഓടിച്ചു. ഇപ്പോൾ എത്ര കിലോമീറ്ററായി? 41 കിലോമീറ്റർ ആയിട്ടോ. 41 കിലോമീറ്റർ ആയിട്ടും ഒരു പ്രശ്നമല്ല കേട്ടോ. നമ്മുടെ V3യേക്കാളും സ്പോട്ടി ആയിട്ടാണ് RC ഇരിക്കുന്നത്. എനിക്ക് 390യുടെ പ്രത്യേക ഒരു കമ്പമാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഓടിക്കാൻ നേരത്തെ നമ്മൾ ഈ പെയിനും കാര്യങ്ങളൊക്കെ മറന്നു പോകും കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ പെയിൻ വരുന്നത്. എനിക്ക് പൊതുവേ ഒരു സ്പോർട്സ് ബൈക്കിനോട് താല്പര്യമൊന്നുമില്ല. ഞാൻ ആരെയും അടിച്ചു പറയല്ല, സ്പോർട്സ് ബൈക്കിൻ്റെ ലെവൽ വേറെയാണ്. പക്ഷേ കോർണറൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് കണക്കൊരു സ്പോർട്സ് ബൈക്ക് ഉണ്ടെങ്കിലും വെക്കുള്ളൂ. നമ്മൾ ഈ RCയിലും V3യിലൊക്കെ കോർണർ ചെയ്യുന്ന കണക്ക് ഒരു നേക്കിഡ് ബൈക്കിലും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ലെവൽ വേറെയാണ്. അയ്യോ, വണ്ടിയുടെ റിവ്യൂ വീഡിയോ ആയിപ്പോൾ ഇതിപ്പം. ഞാനിപ്പോൾ ഡെലിവറി വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നത്. നമുക്ക് BS3യുടെ ഒരു റിവ്യൂ വീഡിയോ ചാനലിൽ കൊണ്ടുവരാം കേട്ടോ. ഈ ഒരു വണ്ടിയിൽ തന്നെ കൊണ്ടുവരാം. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട്.
ഓക്കെ, ഞാൻ മുമ്പ് ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് BS3 ഓടിക്കുന്നത്. ഇതിനേക്കാളും പവറാണ് ഡ്യൂക്ക് 390 BS3. പവർ സെയിം ആണ്, പക്ഷേ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു തെറുപ്പ് തോന്നിക്കുന്നില്ല. മറ്റേതിൽ ഭയങ്കര തെറുപ്പാണ്. എന്ന് വെച്ചാൽ നേക്കഡ് മോഡലായതുകൊണ്ട് ഫ്രണ്ടിൽ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ടോപ്പ് എടുക്കാൻ ഇത് നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ വേക്കിലോട്ട് വലിക്കും വണ്ടി ഡ്യൂക്ക് 390. പക്ഷേ ഇതിൽ അങ്ങനെ പ്രശ്നമില്ല. പകരം സ്പീഡ് കയറുന്ന അറിയാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. ഇങ്ങനെ വയ്ക്കോണ്ടിരിക്കുക ഭയങ്കര സുഖമാണ് കേട്ടോ. അത് വയ്ക്കും നമ്മളിപ്പോൾ എത്ര ദൂരം ഓടിച്ചാലും വണ്ടി മടുക്കുന്നില്ല. പിന്നെ ഡ്യൂക്കിൻ്റെ സൗണ്ട്, ഡ്യൂക്കിൻ്റെ ഫസ്റ്റ് വേൾഡിൽ തൊട്ടേ ഉള്ള സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു ഭയങ്കര രസമാണ്, ഭയങ്കര ഇമ്പോർട്ട്. ഞാൻ എന്തായാലും മോജോ പറഞ്ഞ കണക്ക് ആ സെയിം ഇമ്പോർട്ട് ഇതിലും പാട്ടൊന്നും കേൾക്കട്ടെ. ഈ ഒരു സൗണ്ട് കേട്ടോണ്ട് നമുക്ക് എത്ര ദൂരം വേണം വോട്ട് ചെയ്യാൻ കേട്ടോ. അതാണ് വേറൊരു പ്രത്യേകത. അതിപ്പോൾ എനിക്ക് ഈ KTM-നോടുള്ള പ്രാന്തമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുകയാണെന്ന് തോന്നുന്നു, അതും എനിക്കറിയാൻ വയ്യ. ഓക്കെ, അതൊക്കെ വിട്. നമുക്കപ്പോൾ ആദ്യം ഓർഡർ കൊണ്ട് കൊടുക്കാം. ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്ററോടെ ഉള്ളൂ കേട്ടോ. മഴയായിട്ട് ഒരുപാട് കോർണർ ചെയ്യാൻ പറ്റത്തില്ല, തെന്നിയടിച്ച് വീഴും. 390 വീഡിയോയിൽ കണ്ടായിരിക്കും ഈ ഒരു വീട്. ആ ഒരു വീട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇന്നും. അതെ, കൂടെ കൊണ്ടുവച്ചതല്ലേ. ഓക്കെ വയസ്സിപ്പോൾ രണ്ടാമത്തെ ഡെലിവറിയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ഒരു സബ്സ്ക്രൈബർ കൂടെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ പയ്യൻ. അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ വീടിൻ്റെ ഓണറിനൊന്നും കാണിച്ചു വിടല്ലോ. അപ്പം അതുകൊണ്ട് വീട്ടിൻ്റെ വെളിയിൽ കൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇവർ കണ്ടു കേട്ടോ. അവർ കണ്ടാണ് ചോദിച്ചത്, പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് ഇത് സിമ്പിളായിരുന്നു കേട്ടോ. സിമ്പിൾ, ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. നേരത്തെ വന്നുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ. ഗൈസ് ഇപ്പോൾ ഓർഡർ പടയെന്ന് പറഞ്ഞ് കഴിഞ്ഞു കേട്ടോ. അതാ പിന്നെ ആ സജിൻ്റെ ഫ്രണ്ട് എത്തി. അപ്പോൾ ഗൈസ് മൈക്കിന് പിന്നെ ഇന്നത്തെ കംപ്ലൈൻറ്റ് അടുത്ത ഷോട്ടിൽ ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോട്ടിൽ മൈക്കില്ല, അതാണ് വേഗം ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം. അടുത്തൊരു ഓർഡർ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ ഞാൻ അടിച്ചത്. അപ്പോൾ നേരെ അവിടെ പോവാം. ഗൈസ് അപ്പോൾ ഫുഡ് കിട്ടി. ടെക്നോ പാർക്കിൻ്റെ ആ സൈഡ് ഇവിടെ 2 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഒന്ന് പറപ്പിച്ച് കളയാം. ഇങ്ങനെ ഡെലിവറി ചെയ്തപ്പോൾ ഒരുപാട് എന്താണ് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതൊന്നുമില്ല. അതിപ്പം എൻ്റെ കുറ്റമല്ല, ലൊക്കേഷൻ കറക്റ്റായിരുന്നു. എനിക്കെന്തെങ്കിലും അബദ്ധം പറ്റണമെങ്കിലല്ലേ അതൊക്കെ ഒരു കോമഡി ആവുള്ളൂ. പിന്നെ മാത്രമല്ല കാലാവസ്ഥയും ശരിയല്ലായിരുന്നു. ഓക്കെ, എല്ലാ ദിവസവും ഇപ്പോൾ ഓരോണൊക്കെ ആകത്തില്ലല്ലോ. ഇപ്പോൾ ഇന്ന് ഓർഡർ കുറവാണ്. ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഒരുപാട് ഓർഡർ ഉണ്ടായിരിക്കാം, മണത്തരങ്ങൾ പറ്റാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ചിലപ്പോൾ ഈ ഓർഡർ ആയിരിക്കും ചിലപ്പോൾ വഴിയൊക്കെ തെറ്റി എവിടെ കാട്ടിച്ചെന്ന് കയറുന്നത്. ഓക്കെ, അപ്പം നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അയ്യോ സെറ്റ്. പൊളി റോഡ്. പക്ഷെ മഴയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ വളവൊക്കെ എൻ്റെ പൊന്നെ സെറ്റ് വളവ്. മഴയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ അന്നറൊക്കെ ചെയ്ത് അടിച്ച് സെറ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ലൊരു വണ്ടി കൈ കിട്ടിയപ്പോൾ റോഡ് ഇങ്ങനെ ആയിപ്പോയല്ലോ. അവിടെ നിന്ന് മേലോട്ട് ഇത് ഏതാ ഒരു കാട്ടിലോട്ടാടെ പോകണം. എൻ്റെ പൊന്നിവിടെ ആരും ഇല്ല കേട്ടോ. അയ്യോ, ഒരു വീട്ടിൽ ഒരാൾക്കാരില്ല, ഒരു കാട് ഏരിയ. അയ്യോ, ഏതെങ്കിലും കള്ളുടിയന്മാരാണോ തോന്നി ഓർഡറൊക്കെ ചെയ്താ പിടിച്ച് വയ്ക്കണമെന്തോ അവിടെയൊക്കെ, വണ്ടിയൊക്കെ പിടിച്ച് വയ്ക്കണമെന്തോ അവിടെ. ഓക്കെ, ഇവിടം വരെ ഉള്ളു. ഓക്കെ, കുഴപ്പമില്ല, ആളെ കണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ഈ ഒരു സ്ഥലം ഒന്ന് ആസ്വദിക്കാൻ കേട്ടോ. അപ്പം ആ പേടിയൊന്ന് പോയി. പിന്നെ അടിപൊളിയല്ലേ. പറഞ്ഞപ്പോൾ പേടിയായെങ്കിൽ ഇപ്പോൾ കൊള്ളാം കേട്ടോ. വണ്ടി ഇവിടെ ചരിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. അടിപൊളി വ്യൂ. ക്യാമറയൊക്കെ കൊണ്ടുവന്നാൽ സെറ്റായിട്ട് എടുക്കാം കേട്ടോ. നൈസ്. ഈ ഒരു വന്ന സമയം കൊള്ളാം കേട്ടോ. എൻ്റെ 390 എടുത്തിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഇനി
അടിപൊളി സ്ഥലം. അപ്പം ഇവിടുന്ന് പോവാം. ഇപ്പം 3 ഓർഡർ എടുത്തേട്ടാ. ഇപ്പം എത്ര രൂപ നോക്കട്ടെ, 240 രൂപയായി. അപ്പോൾ എൻ്റെ സമയം ആകാറായി. ഒരു ഓർഡറും എടുത്തെങ്കിൽ സ്വകാര്യം പോകായിരുന്നു. ഇപ്പോൾ കിലോമീറ്റർ 58 കിലോമീറ്റർ ഓടിയോളാം. പക്ഷേ ഇന്ന് വെറും 58 ഓടിയോളൂ. ടാറ്റയും ട്രിപ്പ് പിടിച്ചു. സാധാരണ 100-150 ഓടിയിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. ഇന്ന് 58 ഓടിയോളൂ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നിൽക്കാം. ഇന്നും ഒരു 2 ഓർഡർ എടുത്തിട്ട് വീട്ടിൽ പോകാം അല്ലേ. അവിടെ മഴ ചെയ്ത് നനഞ്ഞ് സെറ്റായി കിടക്കാൻ കേട്ടോ. അതുകൊണ്ട് കോർണറൊന്നും അറിയാൻ പറ്റത്തില്ല, കറയെ കിടക്കും. പക്ഷെ ഇപ്പോൾ 3ാമത്തെ ഡെലിവറി കഴിഞ്ഞ് ഇനി 4ാമത്തെ ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അത് അനുസരിച്ച് തന്നെ പോയി വയ്ക്കാം. നാലാമത്തെ ഓർഡർ അടിച്ച് നേരത്തെ പിസ്സ എടുത്തില്ല, ആ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് എടുക്കാതെ കേട്ടോ. തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോകും കേട്ടോ. ഇപ്പം ലാസ്റ്റ് ഓർഡറാണ്. അപ്പോൾ ഇതും കൂടെ കൊണ്ടുകൊടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയി എൻ്റെ ട്രാക്കോയെ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ലാസ്റ്റ് ഓർഡറും എടുത്തു. സമയം ഇപ്പം 6:58, 7 മണി. ഓക്കെ, അപ്പോൾ നമ്മുടെ എഞ്ചിൻ മണിയുടെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആയി കാണും. വേറൊരു ഗുണമെന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ഞാൻ വീട്ടിലോട്ട് പോകണ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. പോണ പോക്കിൽ തന്നെ അങ്ങ് കൊടുത്തിട്ട് പോയാൽ മതി. നേരത്തെ പോകണക്കത്തെ ഒരു ഉള്ളേരിയയിലോട്ടാണ് പോകുന്നത്. ഒരുപാട് വളവും തിരിവൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ വഴി തിരിച്ചു പോകണ വഴിയിലും അറിയാൻ വയ്യ. തിരിച്ച് പോകണമെങ്കിൽ ഈ ലൊക്കേഷൻ നോക്കിയാണ് പോകാനുള്ളത്. അമ്മാതിരി ഊടുവഴി കയറി വന്നു. ഇവിടെയാണ് കാണിച്ചേക്കുന്നത് ലൊക്കേഷൻ. സ്വിഗ്ഗിയുടെ അവിടെ നിന്ന് ലൊക്കേഷൻ വേറെ എവിടെ കാണിച്ച് കുറെ കറക്കി വന്നു. പിന്നെ ഓക്കെ, ഓ താങ്ക് യു ഗായ്സ്. ആദ്യമായിട്ടാണ് ഒരു ടിപ്പ് കിട്ടിയത്. 50 രൂപ. ഓ പൊളിച്ച്, നല്ല വെച്ച് കേട്ടോ, നല്ല വെച്ച്. ഞാൻ ആദ്യമായിട്ട് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട്. ഓ താങ്ക് യു. രാത്രിയൊക്കെ വന്നോണ്ടായിരിക്കും അല്ലേ. പൊളിച്ച് മഴയൊക്കെ നനഞ്ഞ് അവസാനം കൈവച്ച് പൊത്തിപ്പിടിച്ചാണ് കേട്ടോ മഴയത്ത് വന്നത് ഒറ്റ കയ്യിൽ. ഓക്കെ, അപ്പം എൻ്റെ ചെറുക്കൻ്റെ അടുത്തെത്തി. ഓ സുഖം, കുഴപ്പമില്ല. ഹലോ തന്നെ. ആ സ്റ്റിക്കറാ? ആഹാ, പിന്നെ അല്ല. ഓ സുഖായിരിക്കും. ഇല്ല പോ, ഞാൻ അവിടെ ചേട്ടൻ മെനിക്കാതെ പോയി തന്നെ. ഓ അപ്പം എൻ്റെ ചെറുക്കനതാ ഓണാക്കണേ. മേ എടാ എന്നാ ഞാൻ ATV കയറ്റി അടിക്കാൻ വേണ്ടി വിട്ടു. ഞാൻ വിട്ടുങ്ങ് വരണേ. ഇതാ അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് കേട്ടി. പക്ഷെ വണ്ടി കൊള്ളാം കേട്ടോ, നൈസ് വണ്ടി. കയറുന്നതല്ല മാത്രമല്ല, വണ്ടി നല്ല സ്മൂത്ത് ഉണ്ട്. എഞ്ചിനൊക്കെ നല്ല കൊള്ളാം, അടിപൊളിയുണ്ട്. നീ കൊടുക്കേണ്ടത് വെച്ചേക്ക്. അപ്പം അടുത്ത വീഡിയോ കാണാനേക്കാം. അതിപ്പം നൗഫൽ അവൻ്റെ പേര്, വണ്ടിൻ്റെ 390 ഓണറിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവനാണ് വണ്ടി വന്നത്. അതിൽ നിന്ന് നേരെ ഇതിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു എന്താണ് ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുന്ന കണക്ക്. അങ്ങനെ വീടെത്തി. വണ്ടി മൂടാനുള്ള കവറാണ് അത്, കറക്റ്റ് ഓറഞ്ച് കളറാക്കി തന്നെ എടുത്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയും ഗുഡ് ബൈ.